താമരപ്പെണ്ണേ നീ സുന്ദരിയല്ലേ കൂടെ കളിക്കുന്ന കോഴി, നല്ല കോഴി. അത് 5 നീ മേടിച്ചപ്പോ ഏടുരാജി എന്റെ അടുത്ത് കൂടി പറയാൻ എന്തെങ്കിലും ഞാനും കൂടി വരൂലായിരുന്നു ആ കോഴിയെ പിടിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോഴി. സൂപ്പർ കോഴികളാണ്. എവിടുത്തെ കോഴ മേടിച്ചത്? ചേച്ചി എടുത്തോണ്ട് പറയാൻ എന്താ? ചേച്ചി എടുത്ത് മെമ്പർ വിളിച്ചു പറഞ്ഞില്ലേ? എന്തോന്ന് എന്റെ അടുത്ത് വന്ന് നോക്കി നിങ്ങളാ ചോദിക്കുന്നേ? മെമ്പറാ? ഇത് എവിടുന്ന് കോഴി? എവിടുന്ന് ചേച്ചി? എനിക്ക് മൃഗാശുപത്രിയിൽ മുനിസിപ്പാലിറ്റിയിൽ അനുവദിച്ച മൃഗാശുപത്രി ഇന്നലെ രാത്രി മെമ്പറെ വിളിച്ചിട്ട് പറഞ്ഞു രാജി 5 കോഴിയുണ്ട്, ആധാറിന്റെ കോപ്പിയായിട്ട് ചെല്ലാൻ പറഞ്ഞു. മുനിസിപ്പാലിറ്റി തന്ന കോഴിയാണോ? എസ്-കാർക്ക് 5 കോഴി, ജനറൽക്കാർക്ക് 25 കോഴി. 25 കോഴിക്ക് 250 രൂപ അടയ്ക്കണം. നമ്മുടെ നാട്ടിൽ 10 പേർക്കുണ്ടായിരുന്നല്ലോ. അല്ല, എന്റെ അടുത്ത് ഒരു വാക്ക് അങ്ങനെ പറഞ്ഞില്ലല്ലോ രാജി. ഇല്ല, 25 പറഞ്ഞ കോട്ടുങ്ങളുടെ ഉത്സവമായിട്ടുണ്ട്. അങ്ങനെ എന്നെ കണ്ടിട്ട് 10 രൂപ മുറുക്ക് മേടിച്ചു തന്നില്ലല്ലോ രാജി. എന്നെ കാണാത്ത മട്ടിലങ്ങ് പോയി. ചേച്ചി അന്നലുള്ളതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ പിന്നെ കോഴി രാജ്യം പറഞ്ഞുകൊണ്ടിരുന്ന വിഷമിക്കൊന്നും വേണ്ട. മെമ്പർ നിങ്ങളെ തേച്ച് അത്ര തേച്ചാ പിന്നെ 5 കോഴി മെമ്പർ അങ്ങനെ തേക്കുന്നുണ്ട്. കോഴി കൊള്ളത്തിലാണ്. ഇത് മുട്ടയൊക്കെ ഇടുന്ന കോഴിയൊന്നും അല്ല, ഇത് വെറുതെ നല്ല കോഴി. തീറ്റണ്ടാ? തീറ്റയില്ല, അത് അപ്പ സ്റ്റോറിൽ നിന്ന് മേടിക്കണം. മെമ്പറെ വീട്ടിൽ കാണും, അവിടെ ചെന്ന് ചോദിച്ചു. അങ്ങനെ വീട്ടിൽ കാണും തീറ്റ. അങ്ങനെ വീട്ടിൽ വെച്ചാക്കുന്നതായിരിക്കും. ഞാൻ ദേഷ്യപ്പെടാൻ നിനക്ക് 5 തീറ്റ കോഴിക്ക് തീറ്റ ഇടുന്നെന്ന് പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് മെമ്പർ ഈ 5 കോഴിയെ മാത്രം തന്നത്. നിങ്ങൾക്ക് വീടും വസ്തുവും മെയിൻ്റെനൻസും എല്ലാം തന്നപ്പോ ഞാൻ ഇങ്ങനെ മെമ്പറെ വീട്ടിൽ തന്നെ എനിക്കെടുത്ത് തന്നത്. എനിക്ക് അർഹതപ്പെട്ട സാധനമാണ് എനിക്ക് തന്നത്. എനിക്ക് അർഹതയുണ്ട്. 5 കോഴിയെ തന്നപ്പോ ഈ ഇത് ഇവള് പാട്ട് ഈ കോഴിക്കൊക്കെ കോഴി വസന്ത വന്ന് ചാവാതെ കൊള്ളാം. ഇതൊക്കെ വസന്ത സമയത്താണ് കൊടുക്കുന്നത്. പഴച്ചിപ്പണി വന്ന് ഇതെല്ലാം കൂടി തീരുന്നതാണ്. എന്റെ ഭഗവാനെ, ഈ മെമ്പറിന് വേണ്ടി വോട്ട് പിടിക്കാതെ എന്റെ രാജിയിലെ പിറക്കം നടന്നെങ്കിൽ ഒരു 10-25 കോഴി അവളെനിക്ക് തന്നാല്. ദുഷ്ട മെമ്പർ.